Dear students, welcome to our first class of Managerial Economics. നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്ലാസ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് എക്കണോമിക്സ്, എന്താണ് മാനേജ്മെൻറ്റ് നിങ്ങളൊക്കെ പഠിച്ചാണ് പ്ലസ് ടുവിന്. അപ്പോൾ എക്കണോമിക്സും നിങ്ങൾ എന്താണ് പഠിച്ചതാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് എന്ത് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് കടക്കുന്നതിന് മുൻപേ എന്താണ് എക്കണോമിക്സ് എന്ന് ആദ്യം നോക്കാം. എക്കണോമിക്സ് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മേജർ ആൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് ഡിസിപ്ലിൻ ഇൻ ദ വേൾഡ്. It is one of the 5 subjects for which prestigious Nobel Prize is awarded. Economics came into be accepted as full-fledged social science with the publication of Adam Smith's Wealth of Nations in 1776. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എക്കണോമി, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യം എടുത്താലും അതൊക്കെ എന്തിൻ്റെ ബേസാണ്, നമ്മളിപ്പോൾ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും അതൊക്കെ എന്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മുടെ എക്കോണമീൻ്റെ ഭാഗമാണ്, എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുകയാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതൊരു പേഴ്സണിൻ്റെ ആവാം, ഒരു പേഴ്സണിലൂടെ ഒരു സമൂഹത്തിൻ്റെ ആവാം, ഒരു സമൂഹത്തിലൂടെ അത് ഒരു സംസ്ഥാനത്തിൻ്റെ ആവാം, സംസ്ഥാനത്തിലൂടെ അത് രാജ്യം, പിന്നെ ലോകം മൊത്തം. അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒരു പേഴ്സണിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലൂടെയാണ് എന്തിലേക്ക് പോകുന്നത്, ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലെ പറ്റി പഠിക്കുന്നത്, അവരുടെ എക്കണോമീനെ പറ്റി പഠിക്കുന്നത്. നമ്മളെ ഒരു സയൻസാണ് എന്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, ഒരു സയൻസാണ്. അതായത് ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. നോർമൽ നമ്മൾ കുറേയൊക്കെ പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് എ മാക്രോ ഇൻ നേച്ചറാണ്. നമ്മൾ ഒരാളെ പറ്റി പഠിക്കുകയല്ല എക്കണോമിക്സിൽ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതാണ് എന്ത് എക്കണോമിക്സിൽ. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്കിൽ എന്താ പറയുക, ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് എന്താണ് എക്കണോമിക്സ്. നമുക്ക് ജസ്റ്റ് എക്കണോമിക്സിനെ പറ്റി ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ഇനി കുറേ ഡെഫിനിഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ. The first economics who defined economics was Adam Smith, who is regarded as father of modern economics. According to Adam Smith, economics is a study of the nature of wealth, its generation and spending. അപ്പോൾ നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നതാണ് ആഡം സ്മിത്ത്. ഇനി മറന്നു പോകരുത്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ ആഡം സ്മിത്ത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ്റെ പേരാണ് വെൽത്ത് ഡെഫിനിഷൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ള ബുക്കിലാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ നേച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. വെൽത്ത് എങ്ങനെ ഉണ്ടാവുന്നു, സ്റ്റഡി ഓഫ് ദ നേച്ചർ ഓഫ് വെൽത്ത്. എങ്ങനെയാണ് വെൽത്ത്, എന്താണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽത്ത് നമ്മുടെ സമ്പത്ത്, അതാണ് വെൽത്ത് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് അതിൻ്റെ സ്പെൻഡിങ്ങും, അത് ഉണ്ടാവുന്നതും അത് ചിലവാക്കുന്നതും. നമ്മൾ ഇൻകം എങ്ങനെ ഉണ്ടാക്കുന്നു, ഇൻകം നമ്മൾ എങ്ങനെ ചിലവാക്കുന്നു, ഇതാണ് എന്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് വെൽത്ത്, ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വെൽത്ത് ആൻഡ് സ്പെൻഡിങ് ഓഫ് വെൽത്ത്. നമ്മളെ കയ്യിൽ വരുന്ന വെൽത്തിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിനെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അതാണ് എന്തിൽ പഠിക്കുക എന്ന് പറഞ്ഞത്, എക്കണോമിക്സിൽ പഠിക്കുക എന്നാണ് ആഡം സ്മിത്ത് പറയുന്നത് വെൽത്ത് ഡെഫിനിഷനിലൂടെ. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം, വെൽഫെയർ ഡെഫിനിഷൻ.